രണ്ട് രാജാക്കന്മാർ 9-ാം അധ്യായം. യേഹൂ ഇസ്രായേൽ രാജാവ്. എലീശ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറിക്ക് ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലെയാദിലേക്ക് പോവുക. അവിടെ എത്തി നിംഷിം പുത്രനും യഹോഷാഫാത്തിൻ്റെ പുത്രനുമായ യേഹൂവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചു കൊണ്ടുപോവുക. അവൻ്റെ തലയിൽ തൈലമൊഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക. പ്രവാചകഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമേൽ ഗിലായിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട്. യേഹൂ ചോദിച്ചു, ഞങ്ങൾ ആർക്കോൺ സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപൻ അങ്ങേക്ക് തന്നെ. എന്നാൽ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്ന യുവാവ് തൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ നിൻ്റെ യജമാനായ ആഹാബിൻ്റെ ഭവനത്തെ നശിപ്പിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റ് ദാസന്മാരുടെയും രക്തത്തിന് ജെറുസലേമിനോട് പ്രതികാരം ചെയ്യും. ആഹാബ് ഗൃഹം നശിക്കും. ആഹാബിൻ്റെ ഭവനത്തിന് ഇസ്രായേൽ ഉള്ള സ്വാതന്ത്ര്യമോ അടിമയോ ആയ സകല പുരുഷന്മാരുടെയും ഞാൻ സംഹരിക്കും. ആഹാബിൻ്റെ ഭവനത്തെ നാബാത്തിൻ്റെ പുത്രനായ ജെറോബാമിൻ്റെ ഭവനം പോലെയും ആഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും. യെസേബേലിനെ നായ്ക്കൾ ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും. ആരും അവിടെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹൂ തൻ്റെ യജമാനൻ്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിൻ്റെ അടുത്ത് വന്നത്? അവൻ പ്രതിവചിച്ചു, അവനും അവൻ്റെ സംസാരത്തിൽ രീതിയിൽ നിനക്ക് പരിചിതമാണല്ലോ. അവൻ പറഞ്ഞു, അത് ശരിയല്ല, നീ ഞങ്ങളോട് പറയുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവൻ്റെ ഇടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹൂ രാജാവായിരിക്കുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഹീസിയായും വധിക്കുന്നു. നിഷീം പൗത്രനും ആഹാഷിൻ്റെ പുത്രനും ആയ യേഹൂ യോവാബിനെതിരെ ഗൂഢാലോചന നടത്തി. സിറിയ രാജാവായ ഹഗാസിയേലിനെ റാമോത്ത് ഗിലെയാദിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയമടിക്കുകയായിരുന്നു. അവൻ സിറിയ രാജാവായ ഹസിയേലിനുണ്ടായ യുദ്ധത്തിൽ സിറിയക്കാർ ഏൽപ്പിച്ച മുറിവ് സുഖപ്പെടുത്താനായി യോറാം രാജാവ് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. യേഹൂ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട് ആരും യാസിൽ പോയി വിവരം പറയാതിരിക്കട്ടെ. അനന്തരം യേഹൂ തേരിൽ കയറി യെസ്രയേലിലേക്ക് പോയി. യോറാം അവിടെ കിടക്കുകയായിരുന്നു. യൂദാ രാജാവായ അഹീസിയ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നു. യെസേൽ ഗോപുരത്തിലെ കാവൽക്കാരൻ യേഹൂവും കൂട്ടരും വരുന്നത് കണ്ട്, ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു. ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് അവനോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു. അവൻ പറഞ്ഞു, സമാധാനത്തിനാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹൂ പറഞ്ഞു, സമാധാനവുമായി നിനക്ക് എന്ത് ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു. ദൂതൻ അവരുടെ സമീപത്തെത്തി, എന്നാൽ മടങ്ങി വരുന്നില്ല. രണ്ടാമതും കുതിരക്കാരനെ അയച്ചു. അവനും അടുത്തു ചെന്നു, സമാധാനത്തിനാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവിനോട് അന്വേഷിക്കുക. യേഹൂ പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്ത് ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു.
അവൻ എവിടെയെത്തി? എന്നാൽ മടങ്ങുന്നില്ല. നീഷിം മകനായ യഹൂവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥം ഓടിക്കുന്നത്. രഥം ഒരുക്കാൻ യോറാം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ രാജാവായ യോറാമും യൂദാ രാജാവ് അഹീസിയായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യഹൂവിനെ കാണാൻ പുറപ്പെട്ടു. ഇസ്രായേൽക്കാരനായ നാബോത്തിൻ്റെ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി. യോറാം, നീ സമാധാനത്തിനാണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ അമ്മ ഇസ്രായേലിൻ്റെ വിഗ്രഹാരാധനയും ആഭിചാരവും എത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? യോറാം കുതിരയെ തിരിച്ച് അഹാസിയ ഇതാ രാജ്യദ്രോഹമെന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു. യഹൂ യോറാമിൻ്റെ സർവശക്തിയോടും കൂടെ വലിച്ച് എയ്തു. അസ്ത്രം അവൻ്റെ തോളുകളുടെ മധ്യേ തുളച്ചു കയറി. ഹൃദയം ഭേദിച്ചു. അവൻ തേരിൽ വീണു. യഹൂ തൻ്റെ അംഗരക്ഷകൻ ബിദ്കാറിനോട് പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി ജൽസേക്കാരനായ നാബോത്തിൻ്റെ ഭൂമിയിൽ എറിയുക. ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അതിനെ അരുളി ചെയ്ത വചനം നീ ഓർമ്മിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നലെ ഞാൻ കണ്ട നാബോത്തിനെയും അവൻ്റെ പുത്രന്മാരുടെയും രക്തമാണ് ഇവിടെ വെച്ച് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. അതിനാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക. യൂദാ രാജാവായ അഹാസിയ ഇത് കണ്ട് ബെത്ഖാൻ ലക്ഷ്യമാക്കി ഓടി. യഹൂ പിന്നെയും അവനെയും എയ്തു കൊല്ലുക എന്ന് പറഞ്ഞു. തേരോടിച്ചു പോകുന്ന അവനെ ഇക്ബാലിനോട് സമീപത്തുള്ള ഗൂർ കയറ്റത്തിൽ അവർ എയ്തു. അവൻ മെഗീദോയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് മരിച്ചു. ഭൃത്യൻ അവനെ തേരിൽ കിടത്തി ദാവീദിൻ്റെ നഗരമായ ജെറുസലേമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അടക്കി. ആഹാബിൻ്റെ മകനായ യോറാമിൻ്റെ 11-ാം ഭരണവർഷം അഹാസിയ യൂദായിൽ ഭരണമേറ്റു. ജെസേബേൽ വധിക്കപ്പെടുന്നു. യേഹൂ ഇസ്രായേലിൽ നിന്ന് ജെസബേൽ കേട്ടു. അവൻ കണ്ണെഴുതി മുടിയെ അലങ്കരിച്ച് കിളിവാതിലൂടെ പുറത്തു നോക്കി. യേഹൂ പടി കിടന്നപ്പോൾ അവൾ ചോദിച്ചു, യജമാൻ ആഹാദ സിമ്രി ഈ സമാധാനത്തിനാണോ വന്നിരിക്കുന്നത്? അവൻ കിളിവാതിലിനോട് മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എൻ്റെ പക്ഷത്തുള്ളത്? 2-3 അന്തഃപുര സേവകന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്ക് എറിയുക. അവൾ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം പൂവാറിൻ്റെയും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടി മെതിച്ചു. യേഹൂ അകത്ത് കിടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു, ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം. അവളെ അടക്കം ചെയ്യണം. അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൽപ്പത്തികളും അല്ലാതെ ഒന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന് വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തൻ്റെ ദാസൻ തിശ്ബയ്യനായ ഏലിയായുടെ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്, ഇസ്രായേലിൻ്റെ അതിർക്ക് ഉള്ളിൽ കിടന്ന് ജെസബേലിൻ്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജെസബേലിൻ്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജെസബേലിൻ്റെ വയലിൽ ചാണകം പോലെ കിടക്കും. ഇതാണ് ജെസബേൽ. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.